തലശ്ശേരി ചിറക്കക്കാവ് കുടിവെള്ള പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം.പി. അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. അധികാരം ദുർവിനിയോഗിക്കാനുമുള്ളതാണ് എന്ന് മാത്രം പ്രയോഗത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ല ഭരണകൂടത്തിലെ ഉത്തരവാദിത്തം. ഇവിടെ പറഞ്ഞു ഇരട്ടച്ചങ്കും പരട്ടച്ചങ്കൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഭരിക്കുകയാണ്. എന്താ നാട്ടിൽ നടക്കുന്നത്? കാര്യക്ഷമത ഇല്ലാത്ത ഭരണമാണ്. ചില ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുന്നു. അതല്ലാതെ നല്ല നിലയിൽ ഭരണം നടത്തി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനവുമില്ല. ഇവിടെ എം.പി. അരവിന്ദാക്ഷൻ സൂചിപ്പിച്ചു, ഈ പദ്ധതിക്ക് കുറച്ചെങ്കിലും പ്രവർത്തന പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തന പുരോഗതി DDC മീറ്റിംഗിനകത്ത് ഞാൻ കാണുന്നതാണ്. പലപ്പോഴും എം.പി. അരവിന്ദാക്ഷൻ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇദ്ദേഹം എല്ലാ മീറ്റിംഗിലും ഈ വിഷയം ഉന്നയിക്കുന്നു, DDC മീറ്റിംഗിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. മറ്റാരും പറയുന്നില്ല. മുനിസിപ്പൽ ചെയർമാന് ഇന്നത്തെ കാര്യമില്ല, മുനിസിപ്പാലിറ്റി പറയുന്നില്ല, MLA ക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് ഈ മനുഷ്യന് മാത്രം ഇത്ര താല്പര്യം? അവിടെ മുരളീധരന്റെ പ്രതിനിധിയായി അദ്ദേഹം ഇരിക്കുമ്പോൾ അവിടെ ഉന്നയിക്കുന്നു, ഇതാ 9 വാർഡുകളിലേക്ക് ആവശ്യമുള്ള ഒരു കുടിവെള്ള പദ്ധതി പാതി വഴിയിലാണ്, കരാറുകാരൻ അത് നിർവഹിക്കുന്നില്ല. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 1 മുതൽ 9 വരെയുള്ള വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ പദ്ധതി വർഷങ്ങളായി പൂർത്തിയാകാതെ കിടക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. മണ്ണയാട് ബാലകൃഷ്ണൻ, എം.പി. അസേനാർ, എ. ഷർമിള, എൻ. അഷറഫ്, എം.പി. സതീശൻ, ജതീന്ദ്രൻ കുന്നോത്ത്, പത്മജ രഘുനാഥ്, കെ. ജയരാജൻ, ഉച്ചുമൻ ശശി, ഇ. വി. ജയകൃഷ്ണൻ, ഒ. ഹരിദാസ്, പി. മനോജ്, പി. കെ. സോന, കെ. പി. രാഗിണി, എൻ. മോഹനൻ, കെ. ഇ. പവിത്രരാജ്, സി. എം. സുധീൻ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.